മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരോട് ക്രൂരത തുടർന്ന് കേന്ദ്ര സർക്കാർ. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. അതേസമയം ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. കേന്ദ്രത്തിന്റെ തീരുമാനത്തിൽ തൃപ്തരല്ലെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, അതേ നിലപാട് തന്നെയാണ് കേന്ദ്രം ആവർത്തിക്കുന്നത്. ഒരു നയാ പൈസ ദുരന്തബാധിതർക്ക് നൽകില്ല, വായ്പ എഴുതി തള്ളില്ല. കഴിഞ്ഞ ആഴ്ച തന്നെ ഹൈക്കോടതി ഈ സത്യവാങ്മൂലം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കർശനമായ ചില നിരീക്ഷണങ്ങൾ, വിമർശനങ്ങൾ നടത്തിയിരുന്നു. ദില്ലിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ അറിയാം എന്ന തരത്തിൽ അടക്കം ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നിരുന്നു. ഇന്നിപ്പോഴെന്താണ് ഹൈക്കോടതി പറയുന്നത്, മറ്റു കാര്യങ്ങൾ? ഈ വയനാട് ദുരന്തബാധിതരിൽ നിന്നും വായ്പകൾ തിരിച്ചു പിടിക്കുന്ന, അതായത് വായ്പകൾ എഴുതി തള്ളുന്ന കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് അറിയിക്കാൻ നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ വ്യക്തതയുള്ള നിലപാട് ഇതുവരെയും പറഞ്ഞിരുന്നില്ല. ദേശീയ ബാങ്കേഴ്സ് സമിതിയുടെ നിലപാടൊക്കെ അറിഞ്ഞതിനു ശേഷമേ അക്കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകാൻ കഴിയൂ എന്നാണ് നേരത്തെയൊക്കെ കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നത്. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ അവരുടെ നിലപാട് അറിയുന്നു. അതായത് ഇവരുടെ വായ്പ പൂർണ്ണമായും എഴുതി തള്ളാൻ പറ്റില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരുന്നത്. പകരം വായ്പയ്ക്ക് ഒരു വർഷത്തെ മൊറട്ടോറിയം നൽകാം, ഒരു വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കും. വായ്പാ തിരിച്ചടവ് അതിനനുസരിച്ച് പുനഃക്രമീകരിക്കും. ഒരു വർഷത്തിന് ശേഷം ഇത് തിരിച്ചടച്ചാൽ മതി എന്നുള്ളതാണ് കേന്ദ്രം അവരുടെ നിലപാടായി ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. എഴുതിത്തള്ളൽ എന്നൊരു നിലപാടിലേക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ അവരുടെ നിലപാട് അറിയിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതിയുടേതായ ചില പരാമർശങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. ഈ കേന്ദ്രത്തിന്റെ തീരുമാനത്തിൽ തൃപ്തരല്ല എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. മൊറട്ടോറിയം പോരാ എന്ന് തന്നെയാണ് കോടതിയുടെ അഭിപ്രായമായി പറയുന്നത്. വായ്പ എഴുതി തള്ളൽ പരിഗണിക്കണം എന്നും കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇനി കേന്ദ്ര സർക്കാരാണ് അന്തിമമായ ഒരു തീരുമാനം പറയേണ്ടത്. നിലവിൽ അവരുടെ തീരുമാനപ്രകാരം പൂർണ്ണമായും എഴുതി തള്ളൽ അത് അസാധ്യമാണ് എന്ന് തന്നെ അവർ പറയുന്നു. നേരത്തെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പരിഗണനയിൽ വന്നപ്പോൾ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെയൊക്കെ യോഗം മുഖ്യമന്ത്രി അടക്കം വിളിച്ചു ചേർത്താണ്. ആ യോഗത്തിൽ മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് സ്വീകരിച്ചതാണ്. ഈ വായ്പകൾ, ദുരന്തബാധിതരുടെ വായ്പകൾ പൂർണ്ണമായി എഴുതി തള്ളണം എന്നാണ് ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി അന്ന് ആവശ്യപ്പെട്ടത്. കാരണം അവിടെ വയനാട്ടിലുള്ളവർ കർഷകരാണ്, സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. കൂടുതൽ പേരും വിദ്യാഭ്യാസം, വീട്, കൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെ വായ്പ എടുത്തവരാണ് ഭൂരിഭാഗം പേരും. അവർക്കാണ് അപ്രതീക്ഷിതമായി വലിയൊരു മഹാദുരന്തം അവർക്ക് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അവരുടെ കൃഷിഭൂമിയും വീടും എല്ലാം നശിച്ചുപോയ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ അവരിൽ നിന്ന് വായ്പ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ശരിയായ സമീപനമല്ല. അവരോടൊരു കാരുണ്യം കാണിക്കണം. അതുകൊണ്ട് വായ്പ എഴുതി തള്ളൽ തന്നെ പരിഗണിക്കണം എന്ന് മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന് വേണ്ടി നിലപാട് അറിയിച്ചതാണ്. അതാണ് കേന്ദ്രത്തിന് മുന്നിലെത്തിയത്. ഹൈക്കോടതിയും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിലൊന്നും കൃത്യമായ തീരുമാനം പറയാതിരുന്ന കേന്ദ്ര സർക്കാർ ഇന്നിപ്പോൾ വായ്പ പൂർണ്ണമായും എഴുതി തള്ളാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഉമേഷ്, ഈ സാഹചര്യത്തിൽ വേണം, 2 ദിവസം മുമ്പാണ് ദേശീയ തലത്തിൽ നിന്നൊരു വാർത്ത വരുന്നത്. 8.5 ലക്ഷം കോടിയാണ് കോർപ്പറേറ്റുകളുടെ കടം വായ്പ എഴുതി തള്ളിയത്. ഇവിടെ വലിയൊരു ദുരന്തം, 500-ലേറെ പേർ മരിച്ച വയനാട് ദുരന്തം, അവിടെ ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളണമെന്ന് പറയുമ്പോൾ അത് നടക്കില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, സംസ്ഥാന സർക്കാർ 2221 കോടി ആവശ്യപ്പെട്ടു. ഒരു നയാ പൈസ തന്നില്ലെന്ന് മാത്രമല്ല, അവസാനം അനുവദിച്ച വായ്പ എന്ന അർത്ഥത്തിൽ നൽകിയ പൈസ മാർച്ച് 31 മുമ്പ് ചെലവഴിച്ച് തീർക്കണമെന്ന നിബന്ധനകളോടെ ഇക്കാര്യങ്ങളൊക്കെ ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാകുമോ സംസ്ഥാന സർക്കാർ കോടതിയിൽ? തീർച്ചയായും. നേരത്തെ ഈ സംസ്ഥാന സർക്കാരിന് നൽകിയ വായ്പ അത് ഉപയോഗിക്കേണ്ടത് മാർച്ച് 31-നകം അത് ഉപയോഗിക്കണം എന്നായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്നാൽ അത് അസാധ്യമാണെന്ന് ഹൈക്കോടതി തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന വേണം, ഒരു വ്യക്തത വരുത്തണം അക്കാര്യത്തിൽ എന്നൊക്കെ നേരത്തെ ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. കാരണം 45 ദിവസത്തിനകം ആദ്യ ഗഡു ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ ഈ അടുത്ത വർഷം ഫെബ്രുവരി വരെയാണ് സംസ്ഥാന സർക്കാർ സമയം ചോദിച്ചത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയത് ഈ ഡിസംബർ 31 വരെ അതിനുള്ള കാലപരിധി നീട്ടാം, അക്കാര്യമൊന്ന് പരിഗണിക്കാം എന്നൊക്കെയാണ് വാക്കാൽ പറഞ്ഞത്. ഇന്നിപ്പോൾ അത് ഔദ്യോഗികമായി പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ല ഉമേഷ്, ഇപ്പോ ഈ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മൊറട്ടോറിയം പോരാ, വായ്പ എഴുതിത്തള്ളൽ പരിഗണിക്കണമെന്ന് കോടതിക്ക് തന്നെ പറയേണ്ടി വരുന്ന കാര്യം. അതിനെന്തെങ്കിലും മറുപടി പറഞ്ഞോ കേന്ദ്ര സർക്കാർ? ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കോടതിയുടേതായ അഭിപ്രായം മുന്നോട്ട് വെച്ചു. ഈ മൊറട്ടോറിയം പോരാ, അതിൽ പൂർണ്ണമായി എഴുതിത്തള്ളൽ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തണം
എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മറുപടി പറയാനായി ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത തവണ എല്ലാ ആഴ്ചയും ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച ഇത് പരിഗണിക്കുന്ന വേളയിൽ എന്താണ് അവരുടെ ഒരു തീരുമാനം എന്നുള്ളത് ഒരുപക്ഷെ സത്യവാങ്മൂലത്തിലൂടെ അറിയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ദുരന്തബാധിതർ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു. വായ്പ എഴുതി തള്ളുന്ന കാര്യം പരിഗണിക്കണമെന്ന് കേന്ദ്രം പറഞ്ഞിരിക്കുന്നു. മൊറട്ടോറിയം പറ്റില്ല എന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ഏതായാലും സത്യവാങ്മൂലം നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഉമേഷ് പങ്കുവച്ചത്.